പവി കെയർടേക്കർ നമ്മുടെ ദിലീപിനെ നായനാക്കിയിട്ട് വിനീത് കുമാർ ഡയറക്ട് ചെയ്ത മൂവിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട പടമാണ്. അതായത് ഒരു ടിപ്പിക്കൽ ദിലീപ് മൂവിയാണെന്ന് പറയാം. ദിലീപിന്റെ സിനിമയെന്ന് കുടുംബ പ്രേക്ഷകർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം സിനിമയ്ക്കകത്തുണ്ട്. സിനിമയിൽ അങ്ങനെ ട്വിസ്റ്റോ അങ്ങനെ വലിയ സംഭവങ്ങളോ കഥകളോ ഒന്നുമില്ല. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദിലീപിന്റെ ഒരു പട്ടിയുണ്ട്. ആ പട്ടിയും കൂടെ ഉള്ള സീനുകളുണ്ട്. അതുപോലെ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ പട്ടിയും ദിലീപും കൂടെയുള്ള കുറച്ച് ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകരാണ് ദിലീപിന്റെ ശക്തി എന്ന് പറയുന്നത്. അതെനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒന്നുകൂടെ ഉറപ്പായി. വേറൊന്നുമല്ല, ഇതിൽ കുറെ കോമഡി സീനുകളുണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ കുറെ കോമാളിത്തര സീനുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ സീനൊക്കെ കണ്ടിട്ട് ക്രിഞ്ചടിച്ച് ഇതെന്തായി കാണിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്റെ അടുത്തിരിക്കുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ആർത്തുല്ലസിച്ച് ചിരിക്കുവാണ്. ഞാൻ ഓർത്തിന് എന്റെ കുഴപ്പമാണോ, എനിക്കിത് ഒട്ടും കണക്ട് ആകുന്നില്ല. എനിക്ക് ക്രിഞ്ചടിച്ചിരിക്കുമ്പോൾ അവരൊക്കെ അർമാദിച്ചിരിക്കുവാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദിലീപ് എന്ന് പറഞ്ഞ ആള് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നല്ല, പുള്ളിക്കറിയാം കുടുംബ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്നുള്ളവരും പുള്ളിക്കറിയാം. മേ ബി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കില്ല. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മേ ബി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ കുടുംബ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും, സിനിമ പൈസ ഉണ്ടാക്കുകയും ചെയ്യും.